നിനക്കായി മാത്രം ഭാഗം 29. ഹരി വന്ന് നോക്കുമ്പോൾ കാണുന്നത് ബെഡിൽ കിടന്ന് പൊട്ടിക്കരയുന്നവളെയാണ്. ഹരി അവളുടെ കൂടെ ബെഡിലേക്ക് വന്നിരുന്നു. വാവേ. 1-2 തവണ അവൻ അവളെ വിളിച്ചു നോക്കിയെങ്കിലും മറുപടിയൊന്നും ഉണ്ടായിരുന്നില്ല. കരച്ചിലിന് ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. എങ്കിലും അവൾ കരയുകയാണെന്ന് അവന് മനസ്സിലായിരുന്നു. വാവേ, എന്നെ നോക്ക്, ഞാനൊന്ന് പറയട്ടെ, എൻ്റെ പൊന്നല്ലേ. ഹരി അവളെ അങ്ങനെ തന്നെ എടുത്തുയർത്തി തൻ്റെ മടിയിലേക്കിരുത്തി. എന്താടാ, എന്തിനാ ഇങ്ങനെ കരയുന്നത്? എൻ്റെ കൂടെ ഇപ്പോൾ വരണ്ടായിരുന്നെന്ന് തോന്നുന്നുണ്ടോ? വിഷമത്തോടെ ഹരി അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും നിമിഷ നേരം കൊണ്ട് അവളുടെ കരച്ചിൽ നിന്നു പോയിരുന്നു. അതല്ല, നമുക്കിവിടെ നിൽക്കണ്ട ഹരിയേട്ടാ, എങ്ങോട്ടെങ്കിലും പോകാം നമുക്ക്. മൂക്ക് വലിച്ചുകൊണ്ട് വൈഗ പറഞ്ഞതും ഒരു നിമിഷം ഹരിയും അങ്ങനെയൊരു കാര്യം ആലോചിക്കാതിരുന്നില്ല. ഒരുപാട് സമയം അവളോട് സംസാരിച്ചിരുന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കിയതിന് ശേഷമാണ് കരച്ചിലൊന്ന് നിർത്തിയത്. അപ്പോഴും അവൾക്ക് കുറച്ചുനാൾ ഈ നാട്ടിൽ നിന്നൊന്ന് മാറി നിൽക്കണം എന്നാണ് പറഞ്ഞത്. ഹരി അതിനെക്കുറിച്ചൊന്ന് ആലോചിച്ചു. എങ്ങനെയായാലും അടുത്ത് തന്നെ മുംബൈയിലേക്ക് തിരികെ പോകണം എന്ന് കരുതിയതാണ്. അപ്പോൾ പിന്നെ അത് അവളെ കൂട്ടിയാകുമ്പോൾ കുഴപ്പമുണ്ടാകില്ല. പോയിട്ട് 1 മാസമൊക്കെ കഴിഞ്ഞ് തിരികെ വരുമ്പോഴേക്കും വീടിൻ്റെ പണിയും ഏകദേശം കഴിഞ്ഞിട്ടുണ്ടാകും. ഹരി മനസ്സിൽ പ്ലാൻ ചെയ്തുകൊണ്ട് അത് വൈഗയോട് ചോദിച്ചപ്പോൾ അവൾക്കും സമ്മതം തന്നെയായിരുന്നു. അങ്ങനെ 2 ദിവസത്തിന് ശേഷം 2 പേരും മുംബൈയിലേക്ക് ട്രെയിൻ കയറി. അവിടെ എത്തി. ഹരിക്ക് അവിടെ സ്വന്തമായിട്ടൊരു അപ്പാർട്ട്മെൻറ്റൊക്കെ ഉണ്ട്. അവിടെ ചെന്നു. കുറച്ച് സമയം 2 പേരും ഒന്ന് കിടന്നു. വൈഗ ക്ഷീണം കൊണ്ട് കിടന്നപ്പോൾ തന്നെ ഉറങ്ങിപ്പോയിരുന്നു. പക്ഷേ ഹരിയുടെ മനസ്സിൽ നിറയെ ഒരുപാട് തരത്തിലുള്ള ആലോചനകളായിരുന്നു. 3 മാസം മുൻപ് എപ്പോഴോ ഒരു ബുദ്ധി തോന്നിയപ്പോൾ നിയമപരമായി വിവാഹം രജിസ്റ്റർ ചെയ്തിരുന്നു. അതിപ്പോൾ എന്തായാലും ഉപകാരമാവുകയും ചെയ്തു. പക്ഷേ വിവാഹത്തെക്കുറിച്ച് വൈഗയുടെ ഉള്ളിൽ എന്താണ് പ്ലാനുള്ളതെന്നോ എങ്ങനെ വേണമെന്നോ ഉള്ള കാര്യം ഇതുവരെ താൻ അവളോട് ചോദിച്ചിട്ടില്ല. ചോദിക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ലല്ലോ. വൈകിയാണെങ്കിൽ പഴയതുപോലെയൊന്നും സംസാരിക്കാറില്ല. എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് തന്നോട് തന്നെ തൻ്റെ അച്ഛനും ഏട്ടനും എന്താണ് ഇങ്ങനെ എന്നൊക്കെ ചോദിക്കും. സ്വന്തം അച്ഛനും അമ്മയും ഉപേക്ഷിച്ച താൻ അവളെ എന്ത് പറഞ്ഞ് മനസ്സിലാക്കാനാണ്? അങ്ങനെ ഓർത്ത് ഹരി ആ സമയം സ്വയം പുച്ഛിക്കും. എങ്കിലും അവളുടെ വിഷമം കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കാൻ അവൻ ശ്രമിക്കാറുണ്ട്. കുറച്ചു സമയം അവൻ്റെ കൂടെയിരുന്ന് കഴിയുമ്പോൾ തന്നെ അവളുടെ ഉള്ളിലുള്ള ദുഃഖത്തിൻ്റെ ആഴം ഒന്ന് കുറയും. ഉച്ച സമയമായപ്പോഴാണ് 2 പേരും മുംബൈയിലേക്ക് എത്തിയത്. അങ്ങനെ കിടന്ന് ഹരിയും എപ്പോഴോ ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. പിന്നീട് 2 പേരും എഴുന്നേറ്റ് വന്നപ്പോഴേക്കും സമയം ഏകദേശം വൈകുന്നേരം 6 മണിയൊക്കെ ആകാനായിട്ടുണ്ടായിരുന്നു. നമുക്ക് ബീച്ചിൽ പോയാലോ? കുളിച്ചു കഴിഞ്ഞ് വരുന്ന വൈകിയോട് അവൻ ചോദിച്ചു. എപ്പോഴും വീട്ടിൽ തന്നെ അടഞ്ഞിരിക്കുകയാണ്. ഒന്ന് പുറത്തേക്ക് പോയി പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിയുമ്പോൾ മനസ്സിലുള്ള ആവലാതികളൊക്കെ ഒന്ന് കുറയുമെന്ന് തോന്നി ഹരി ചോദിച്ചതാണ്. വൈഗ അത് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ കടലിലേക്ക് നോക്കി ബീച്ചിലിരിക്കുകയാണ് ഹരിയും വൈഗയും. നമ്മുടെ കല്യാണത്തെപ്പറ്റി എൻ്റെ വാവയ്ക്ക് എന്തെങ്കിലുമൊക്കെ കോൺസെപ്റ്റ് ഉണ്ടായിരുന്നോ? കുറച്ചു കഴിഞ്ഞതും തൻ്റെ മനസ്സിലുള്ള കാര്യം ഹരി അവളോട് തുറന്നു ചോദിച്ചു. ഉണ്ട്. ഉടനെ തന്നെ അവളുടെ മറുപടിയും വന്നു. ഹരി അതെന്താണെന്ന രീതിയിൽ ആകാംക്ഷയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. എനിക്ക് മഹാരാഷ്ട്രയിലെ രീതിയിൽ വിവാഹം ചെയ്താൽ മതി. വെയിറ്റ്, എന്ത്? അവൾ പറഞ്ഞപ്പോൾ തന്നെ അവൻ സമ്മതം മൂളിയെങ്കിലും പിന്നീടാണ് അവൾ എന്താണ് പറഞ്ഞതെന്ന് അവന് കൃത്യമായിട്ട് മനസ്സിലായത്. ഹരിയേട്ടൻ കേട്ടില്ലേ? എനിക്ക് ഇവിടെയുള്ള രീതിയിൽ കല്യാണം കഴിച്ചാൽ മതിയെന്ന്. ഈ മംഗൽസൂത്രയൊക്കെ വെച്ച്. റബ്ബിഷ്! നീ സീരിയസ് ആയിട്ട് പറയുവാണോ? ഹരിക്ക് അപ്പോഴും അവനിൽ നിന്ന് അത്ഭുതം വിട്ടുമാറിയിട്ടുണ്ടായിരുന്നില്ല. അതെ, ഹരിയേട്ടൻ എപ്പോഴും മുംബൈയിലല്ലേ. അങ്ങനെ ഓരോന്നൊക്കെ കണ്ടും കേട്ടുമൊക്കെ എനിക്ക് ഈ സ്ഥലം ഒരുപാട് ഇഷ്ടമാകാൻ തുടങ്ങി. അങ്ങനെ ഈ സ്ഥലത്തിൻ്റെ രീതികളും സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ട് എപ്പോഴോ മനസ്സിൽ തോന്നിയൊരാഗ്രഹമാണ് ഇവിടുത്തെ രീതിക്കനുസരിച്ച് വിവാഹം ചെയ്യണമെന്ന്. അവളുടെ ആഗ്രഹം കേട്ടതും ചിരി അടക്കാനാവാതെ ഹരി പൊട്ടിച്ചിരിച്ചുകൊണ്ട് ബീച്ചിലെ മണലിലേക്ക് നിവർന്നു കിടന്നു. ഹരിയേട്ടാ, കളിയാക്കല്ലേ? വൈഗ അവൻ്റെ നെഞ്ചിലൊന്നിടിച്ചു. എന്നാലും നിന്റെ മനസ്സിൽ ഇങ്ങനെയൊക്കെ ആഗ്രഹം ഉണ്ടാകുമെന്ന് ഞാൻ കരുതിയില്ല കേട്ടോ. ഞാൻ പറഞ്ഞതുപോലെ പറ്റുമോയെന്ന് പറ. ഓഫ് കോഴ്സ്, എൻ്റെ വാവ എന്ത് പറഞ്ഞാലും ഞാൻ സാധിച്ചു തരും. ഇതൊക്കെ വെറും നിസ്സാരം. എഴുന്നേറ്റിരുന്ന് ഹരി പറഞ്ഞതും വൈഗയുടെ കണ്ണുകൾ അത്ഭുതത്തോടെ വിടർന്നു. ഒരുപാട് നാളുകൾക്ക് ശേഷം അവളുടെ ചുണ്ടിൽ ആത്മാർത്ഥതയോടെയും അതിലുപരി സന്തോഷത്തോടെയുള്ളൊരു പുഞ്ചിരി അവൻ കണ്ടു. അങ്ങനെ വിവാഹം മുംബൈയിൽ വെച്ച് നടത്താമെന്ന് തീരുമാനിച്ചു. തനിക്കും അതുതന്നെയായിരിക്കും നല്ലതെന്ന് ഹരിക്ക് തോന്നി. കാരണം നാട്ടിലുള്ളതിലും തനിക്ക് സ്വന്തവും ബന്ധവും ഒക്കെ ഉണ്ടെന്ന് തോന്നിയിരിക്കുന്നത് മുംബൈയിലാണ്. ഇവിടെയാണ് തൻ്റെ ജീവിതമെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. 1 മാസം കഴിയുമ്പോൾ തിരികെ നാട്ടിലേക്ക് പോകേണ്ടതുണ്ട്. അതിനു മുൻപായിട്ട് വിവാഹം നടത്താമെന്ന് തീരുമാനിച്ചു. പക്ഷേ അതിനു മുൻപായിട്ട് ഹരിക്ക് ജോലിയുടെ ആവശ്യങ്ങൾ കുറച്ച് ചെയ്തു തീർക്കാനൊക്കെ ഉണ്ടായിരുന്നു. അവിടെ എത്തി ആദ്യത്തെ ഒരാഴ്ച ഹരി നല്ല രീതിയിൽ തിരക്കിൽ തന്നെയായിരുന്നു.
പക്ഷേ അത്രയും തിരക്കിൽപ്പെട്ടിട്ട് പോലും അവൻ വൈഗയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എവിടെ പോയാലും അവൻ അവളെയും കൊണ്ട് തന്നെയായിരുന്നു നടന്നിരുന്നത്. അങ്ങനെ ഒരു ദിവസം ജോലി തിരക്കൊക്കെ കഴിഞ്ഞപ്പോൾ അവൻ ശ്രീറാമിനോട് ഇങ്ങനെയൊരു ആവശ്യം മുന്നോട്ട് വെച്ചു. ശ്രീറാമിന് അതിൽ സന്തോഷം മാത്രമായിരുന്നു. അയാൾ വിവാഹത്തിന് വേണ്ടുന്ന പൂജാരിയെയും മറ്റ് തന്ത്രികളെയും ഒക്കെ അറേഞ്ച് ചെയ്തു. അങ്ങനെ ഒരാഴ്ചയ്ക്ക് ശേഷമുള്ളൊരു ഞായറാഴ്ച വിവാഹ തീയതി കുറിക്കുകയും ചെയ്തു. രണ്ടുപേർക്കും അവർ മാത്രമേ ഉള്ളൂ എന്നറിയാവുന്നത് കൊണ്ട് തന്നെ ഡ്രസ്സ് എടുക്കുന്നതിനും ആഭരണങ്ങൾ വാങ്ങുന്നതിനുമൊക്കെ ശ്രീറാം കൂട്ടിനുണ്ടായിരുന്നു. വളരെ ചെറിയ രീതിയിലാണ് വിവാഹം നടത്തുന്നത്. വൈകുന്നേരമാണ് മുഹൂർത്തം. അതിനുശേഷം അവിടെ അടുത്ത് പരിചയമുള്ള ഫ്രണ്ട്സും കുറച്ച് പേരും മാത്രമുള്ളൊരു പാർട്ടി. അങ്ങനെയാണ് ഹരി കരുതിയിരിക്കുന്നത്. വൈഗ ഈയൊരു കാര്യത്തിൽ എത്രമാത്രം എക്സൈറ്റഡ് ആണെന്ന കാര്യം അവളുടെ ഓരോ പെരുമാറ്റത്തിൽ നിന്നും അവന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോഴും ആഭരണങ്ങൾ എടുക്കാൻ പോകുമ്പോഴും ഒക്കെ അവളുടെ ഉള്ളിൽ നിറഞ്ഞ സന്തോഷം മാത്രമായിരുന്നു. അങ്ങനെ അധികം തിരക്കുകളൊന്നും കൂട്ടാതെ എല്ലാ സാധനങ്ങളും വാങ്ങിക്കഴിഞ്ഞു. ദിവസങ്ങൾ പതിയെ നീങ്ങി. നാളെയാണ് ഹരിയുടെയും വൈഗയുടെയും കല്യാണം. ഒരു പക്ക മഹാരാഷ്ട്ര സ്റ്റൈലിൽ തന്നെയാണ് രണ്ടുപേരും ഒരുങ്ങിയിരുന്നത്. പൂജകളും മന്ത്രങ്ങളും ഒന്നും അറിയില്ല. എങ്കിലും തങ്ങളുടെ ഭാഷയിൽ രണ്ടുപേരും ഭഗവാനോട് മനസ്സുരുകി പ്രാർത്ഥിച്ചു. ഒടുക്കം പൂജാരി പറഞ്ഞതനുസരിച്ച് അവളുടെ കഴുത്തിലേക്ക് അവൻ മംഗൾസൂത്രം അണിയിച്ചു കൊടുത്തു. സന്തോഷത്തോടെ തന്നെ വൈഗ അതിലേക്കും അവൻ്റെ മുഖത്തേക്കും നോക്കി. ഒരു കൊച്ചു കുഞ്ഞിൻ്റെ ആകാംക്ഷയായിരുന്നു അന്നേരം അവളുടെ മുഖത്ത് ഹരിക്ക് കാണാനാവുന്നത്. ഹരിക്ക് അനുഗ്രഹം വാങ്ങിക്കാനും എല്ലാത്തിനും ആകെയുള്ളത് ശ്രീറാം മാത്രമാണ്. ഒരുപക്ഷെ താനിന്ന് ജീവിച്ചിരിക്കാൻ കാരണം പോലും അദ്ദേഹമാണ് എന്ന് പലപ്പോഴും തോന്നിപ്പോയിട്ടുണ്ട്. രണ്ടുപേരും ചേർന്ന് അയാളുടെ അനുഗ്രഹം വാങ്ങാനായി കാലിൽ തൊട്ടു. മനസ്സറിഞ്ഞ് തന്നെ രണ്ടുപേരുടെയും തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച് അവരെ എഴുന്നേൽപ്പിച്ച് തന്നിലേക്ക് ചേർത്ത് നിർത്തി ശ്രീറാം. പിന്നീട് അത് കഴിഞ്ഞപ്പോൾ തന്നെ ചെറിയ രീതിയിലുള്ളൊരു പാർട്ടി, ഏകദേശം 50 പേരോളം മാത്രം അടങ്ങുന്നത്. എല്ലാവരും വന്നത് അത്യാവശ്യം വിലപിടിപ്പുള്ള ഗിഫ്റ്റൊക്കെ ആയിട്ട് തന്നെയായിരുന്നു. എല്ലാം കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് എത്തുമ്പോൾ രണ്ടുപേർക്കും വലിയ തരത്തിലുള്ള ക്ഷീണം ഒന്നും തോന്നിയിരുന്നില്ല. കാരണം അത്രയും സിമ്പിളായിട്ടുള്ള രീതിയിലാണ് കല്യാണം നടത്തിയത്. അതുകൊണ്ട് തന്നെ വിവാഹത്തിൻ്റെതായ ഓരോ കാര്യങ്ങളും മനസ്സിൽ അങ്ങനെ പതിഞ്ഞു നിൽക്കുന്നുണ്ട്. ഇതിപ്പോൾ നാട്ടിലായിരുന്നുവെങ്കിൽ ഇപ്പോൾ സകല ആളുകളെയും വിളിച്ചു വരുത്തി ഒരുപാട് സമയം നിർത്തി ആകെ ബുദ്ധിമുട്ടാക്കുമായിരുന്നു. പക്ഷേ ഇത് ഇത്തിരി കൂടി എളുപ്പമായിരുന്നു എന്നൊക്കെയായിരുന്നു വൈഗയുടെ മനസ്സിലെ ചിന്തകൾ. അവർ രണ്ടുപേരും അപ്പാർട്ട്മെൻറ്റിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ ശ്രീറാം അവിടെ എത്തി. അവരുടെ ആചാരപ്രകാരമുള്ള ക്രമങ്ങളൊക്കെ അവിടെ ഒരുക്കിയിരുന്നു. അങ്ങനെ അതും കഴിഞ്ഞതിന് ശേഷമാണ് രണ്ടുപേരും വീടിനകത്തേക്ക് പ്രവേശിച്ചത്. 1-2 ഫ്രണ്ട്സും ശ്രീറാമും ഒക്കെ കുറച്ച് സമയം കൂടി അവിടെ നിന്നതിന് ശേഷമാണ് പോയത്. അപ്പോൾ മിസ്സസ് വൈഗ ഹരിനാരായണൻ ഹാപ്പിയാണോ ഇപ്പോൾ? അവർ പോയി വാതിലടച്ച് തിരിയുന്നതിന് മുൻപേ തന്നെ അവളെ പിന്നിൽ നിന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് ഹരി ചോദിച്ചു. അതിന് വൈഗ അവളുടെ നുണക്കുഴി കാണിച്ച് ഒന്ന് പുഞ്ചിരിച്ചു. നല്ല ഭംഗിയുണ്ട് ഈ ഡ്രസ്സിൽ. അവളെ തിരിച്ചു നിർത്തി ആകെ മുഴുവനായെന്ന് നോക്കിക്കൊണ്ട് ഹരി പറഞ്ഞു. ഒരുപക്ഷേ സാരിയൊക്കെ ഉടുത്ത് നാടൻ വേഷത്തിലായിരുന്നുവെങ്കിൽ ഇത്രയും ഭംഗി തോന്നില്ലായിരുന്നു എന്ന് തോന്നുന്നു. അവളെ വീണ്ടും ആകെ മൊത്തം ഒന്ന് നിരീക്ഷിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. വൈഗ അതിന് ചിരിച്ചു. അങ്ങനെ രണ്ടുപേരും കുറച്ചു സമയം സംസാരിച്ചൊക്കെ ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കും രാത്രി നന്നേ വൈകിയിരുന്നു. രണ്ടുപേരും ഇപ്പോഴും 2 മുറികളിലായിട്ടാണ് കിടക്കുന്നത്. ഡ്രസ്സൊക്കെ ഒന്ന് മാറാമെന്ന് കരുതി വൈഗ അവളുടെ മുറിയിലേക്കും ഹരി അവൻ്റെ മുറിയിലേക്കും പോയി. കിടക്കാനുള്ള പാകത്തിന് കട്ടിലൊക്കെ കൊട്ടി വിരിച്ച് വൃത്തിയാക്കുകയാണ് ഹരി. അപ്പോഴാണ് പെട്ടെന്ന് പിന്നിൽ നിന്ന് ഒരു കാലനക്കം ഹരി ശ്രദ്ധിച്ചത്. തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് ഡ്രസ്സൊക്കെ മാറി കുളിച്ചു വന്ന് നിൽക്കുന്ന വൈഗയാണ്. അവൻ അവളെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. ശേഷം എന്താണെന്ന രീതിയിൽ പുരിക ഉയർത്തി. ഇന്നു മുതൽ ഞാൻ ഇവിടെ അല്ലേ കിടക്കേണ്ടത്? അത് പറഞ്ഞ് വൈഗ കയ്യിലുണ്ടായിരുന്ന പുതപ്പെടുത്ത് കട്ടിലിലേക്ക് ഇട്ടുകൊണ്ട് നേരെ അതിലേക്ക് കയറി കിടന്നു. ഹരി അത് കണ്ടതും അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. ഇപ്പോൾ അതിനെന്താ ഇത്ര പ്രത്യേകത? ഇന്നലെ വരെ നീ അവിടെ തന്നെയല്ലേ കിടന്നിരുന്നത്? ഹരി അവളെ നോക്കി ഒന്ന് കണ്ണു ചുരുക്കിക്കൊണ്ട് ചോദിച്ചു. അതിന് വൈഗ ഒന്നും മിണ്ടാതെ താൻ ഉറങ്ങുകയാണെന്ന രീതിയിൽ അവനിൽ നിന്ന് മുഖം തിരിച്ചുകൊണ്ട് കണ്ണടച്ചു കിടന്നു. വാതിലൊക്കെ അടച്ചതിന് ശേഷം ഹരിയും വന്ന് കട്ടിലിലേക്ക് കിടന്നു. ഹരി കട്ടിലിലേക്ക് കിടന്ന അതേ സമയം തന്നെ വൈഗ അവൻ്റെ അടുത്തേക്ക് തിരിഞ്ഞുകൊണ്ട് അവനെ വയറിലൂടെ ചുറ്റിപ്പിടിച്ചു. പെട്ടെന്നായതുകൊണ്ട് ഹരി ഒന്ന് ഞെട്ടിപ്പോയിരുന്നു. എങ്കിലും അത് പ്രകടിപ്പിക്കാതെ അനങ്ങാതെ അങ്ങനെ കിടന്നു. ഹരിയേട്ടന് എന്നോട് ദേഷ്യമാണോ? പതിയെയുള്ള ശബ്ദത്തിൽ അവൾ അവനോട് ചോദിച്ചു പോയി. എന്തിന്? അവൻ്റെ ശബ്ദവും പതിഞ്ഞ രീതിയിലുള്ളത് തന്നെയായിരുന്നു. ഇത്ര നാളും ഞാൻ ഹരിയേട്ടൻ്റെ കൂടെ കിടന്നില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് തോന്നി ഹരിയേട്ടനെ ദേഷ്യമായി കാണുമെന്ന്. എനിക്ക് നിന്നോട് എപ്പോഴെങ്കിലും ദേഷ്യമുള്ളതായിട്ട് എൻ്റെ വാവക്ക് തോന്നിയിട്ടുണ്ടോ? അവളുടെ നേർക്ക് തിരിഞ്ഞു കിടന്നുകൊണ്ടായിരുന്നു ഹരി അത് ചോദിച്ചത്. മുറിയിലാകെ പുറത്തുനിന്ന് പടർന്നിരിക്കുന്ന നേരിയ വെളിച്ചം മാത്രമാണുള്ളത്. ആ വെളിച്ചത്തിൽ തന്നെ അവളുടെ കണ്ണുകളിലേക്ക് നോക്കിയാണ് അവനത് ചോദിച്ചത്.
അവൻ്റെ ചോദ്യത്തിന് അവൾ ഇല്ലെന്ന രീതിയിൽ തലയനക്കി. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ വരാട്ടോ. ബൈ.